പ്രിയ എഴുത്തുകാരനായി പ്രാർത്ഥനയോടെ മലയാളം. MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ, ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. സന്ദർശിച്ച പ്രമുഖർ. കുമളിയിൽ 4.5 വയസ്സുകാരനോട് കൊടും ക്രൂരത കാട്ടിയതിൽ വിധി. രണ്ടാനമ്മയ്ക്ക് 15 വർഷവും അച്ഛൻ 9 വർഷവും തടവ്. വിധി 11 വർഷങ്ങൾക്കു ശേഷം. കേരളം ആഗ്രഹിച്ച വിധിയെന്ന് ഷഫീഖിന്റെ പോറ്റമ്മ. കേരളത്തിന്റെ എല്ലാ തെറ്റ് ചെയ്തവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എൻ്റെ വാവച്ചിയുടെ കൂടെ നിന്നത് കൊണ്ട്, അതായത് അവന് ഒന്നും പറയാൻ പറ്റിയില്ലേലും അവന് ന്യായം, അവന് നീതി കിട്ടി. അതിൽ സന്തോഷമുണ്ട്. കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം. ജീവനക്കാർ അധിക്ഷേപിച്ചുവെന്ന ആത്മഹത്യാക്കുറിപ്പ്. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന് ബന്ധുക്കൾ. പ്രതിഷേധവുമായി കോൺഗ്രസും BJP. കളമശ്ശേരിയിൽ തെരുവുനായ ആക്രമണം. 8 പേർക്ക് കടിയേറ്റു. കടിയേറ്റവരിൽ ഇതര സംസ്ഥാനക്കാരും. പരിക്കേറ്റവർ ചികിത്സയിൽ. NSSന് പിന്നാലെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച SNDPയും. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യൻ ചെന്നിത്തലയെന്ന് വെള്ളാപ്പള്ളി. സതീശൻ വെറുപ്പ് സമ്പാദിക്കുന്ന നേതാവെന്ന് വിമർശനം. NSSുമായി സഹകരിച്ചിട്ട് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ലെന്ന് പരിഹാസം. NCP പിളർപ്പിലേക്ക്. PC ചാക്കോയ്ക്കെതിരെ കടുത്ത നീക്കത്തിന് AK ശശീന്ദ്രൻ. തോമസിന്റെ മന്ത്രിയാകാനാണ് എന്ന ഒരു മറയെന്തിനായിരുന്നു? എന്തിനാണ് അദ്ദേഹത്തെ വെറുതെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ശരിയാണ്. അദ്ദേഹത്തെ വെറുതെ എന്തിനാണ് വിവാഹത്തിന് വലിച്ചഴച്ചത്? ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് PC ചാക്കോ. ചർച്ചകൾ തുടരുന്നുവെന്ന് തോമസ് K. തോമസ്. किसी भी तरह का धरना प्रदर्शन करना उचित नहीं है। आप सभी को इस विषय पर नियमों की अनुपालना करना सुनिश्चित करना पड़ेगा। मैं पुनः आग्रह करता हूं, इसको गंभीरता से लें और किसी भी स्थिति के अंदर. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന് പുറത്ത് ഭരണ പ്രതിപക്ഷ പ്രതിഷേധം. രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ അവകാശ ലംഘന നോട്ടീസ്. സംഘർഷത്തിൽ നടപടിയുമായി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹം. പ്രാർത്ഥന MTയോടൊപ്പമുണ്ട്. ഒരു കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും വിശ്വസാഹിത്യകാരൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നവരിൽ ഒന്നാമനായി എനിക്ക് MTയെ പറ്റി തോന്നുന്നു. സാഹിത്യം വഴി ഒരു സമൂഹത്തിൻ്റെ, ഒരു സമാജത്തിൻ്റെ മാനബിന്ദുവായി, നായകനായി മാറാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം അവിടെ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ സാംസ്കാരിക രംഗത്തും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ സാഹിത്യരംഗത്ത് കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം വൈദ്യശാസ്ത്രം എല്ലാവിധ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മകളും ഡോക്ടർമാർ എന്നോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സാധ്യമായ എല്ലാ ശ്രമങ്ങളും അതോടൊപ്പം പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ, ഇപ്പോൾ ഏറ്റവും ഒടുവിലും ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആരോഗ്യനിലയിൽ യാതൊരു പുരോഗതിയുമില്ല, എന്നാൽ കൂടുതലായി മറ്റൊന്നും സംഭവിച്ചിട്ടുമില്ല. എന്താണ് ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്? മറ്റൊരു മെഡിക്കൽ ബുള്ളറ്റിൻ 6:30 മണിയോടുകൂടി പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ.
തീർച്ചയായും 2 തവണയാണ് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ വിവരങ്ങൾ അവർ മെഡിക്കൽ ബുള്ളറ്റിനായി 2 തവണ നൽകി. രാവിലെ ആണ് ആദ്യമായി അതീവ ഗുരുതരാവസ്ഥയിലാണ് MT ഉള്ളതെന്നും എല്ലാ തരത്തിലുമുള്ള ചികിത്സകൾ നൽകുന്നു, വിദഗ്ധരുടെ ഒരു വലിയ സംഘം അദ്ദേഹത്തെ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായി എന്നടക്കമുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയത്. അതിനുശേഷം സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകൾ, ഉന്നതരായ ആളുകൾ പലരും ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അല്പസമയം മുമ്പ് രണ്ടാമത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ, അത് ലഘുവായ കുറിപ്പായാണ് ഇറക്കിയത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ മെച്ചമാവുകയോ അല്ലെങ്കിൽ മോശമാവുകയോ ചെയ്തിട്ടില്ല, വിദഗ്ധമായ ചികിത്സാ ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് കാണിച്ചുള്ള ആ കുറിപ്പാണ് ഉണ്ടായത്. ഒരുപക്ഷെ അല്പസമയത്തിനകം ഒരു 6:30 അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുമെന്നാണ് നേരത്തെ ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും അതിൽ നമുക്ക് ആ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ആരോഗ്യനില അങ്ങേയറ്റം വഷളായി തുടരുന്നു എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായി ശ്വസിക്കാനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ശ്വസന സഹായിയോടുകൂടിയാണ് ഇപ്പോൾ ശ്വസനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെഞ്ചിനും മറ്റുമൊക്കെ നീർക്കെട്ട് വല്ലാത്ത രീതിയിൽ വന്നിരുന്നു, അതൊക്കെ ആ രീതിയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും വിദഗ്ധർ ഓരോ നിമിഷവും ഓരോ ഇടവേളകളിൽ അദ്ദേഹത്തെ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 15-നാണ് ഹൃദയ സ്തംഭനത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹം കുറച്ച് നാളുകളായി തന്നെ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ ഏറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഗുരുതരാവസ്ഥയിലേക്കും മറ്റുമൊക്കെ നീങ്ങുകയും പിന്നീട് രോഗം ഭേദമായി വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് 15-ാം തീയതി ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയും ചെയ്തിരിക്കുന്നത്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അദ്ദേഹത്തെ കാണാനെത്തിയത്. സംവിധായകനായ ഹരിഹരൻ, നടൻ വിനീത് തുടങ്ങിയവരൊക്കെ ബന്ധുക്കളെ കാണുകയും അവരോടൊപ്പം ഏറെ നേരം ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ആളുകൾ ഇപ്പോഴും ആശുപത്രിയിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അദ്ദേഹത്തെ സംസാരിച്ച് മടങ്ങുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. അല്പസമയത്തിനകം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പ്രാർത്ഥനയോടെയാണ് കേരളക്കര കാത്തിരിക്കുന്നത് MT ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. മറ്റൊരു വാർത്തയിലേക്ക്. കുമളിയിൽ 4.5 വയസ്സുകാരൻ ഷഫീഖ് വധശ്രമ കേസിൽ രണ്ടാനമ്മ അനീഷയ്ക്ക് 15 വർഷവും അച്ഛൻ ഷെരീഫിന് 9 വർഷവും തടവ്. ഇടുക്കി 1-ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. അനീഷ 2 ലക്ഷം രൂപയും ഷെരീഫ് 50,000 രൂപയും പിഴയടയ്ക്കണമെന്ന് കോടതി വിധിച്ചു. വിധിയിൽ സന്തോഷമുണ്ടെന്നും കേരളം ആഗ്രഹിച്ച വിധിയെന്നും ഷഫീഖിന്റെ പോറ്റമ്മ രാഗിണി പ്രതികരിച്ചു. ഷഫീഖിനെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ അച്ഛൻ ഷെരീഫും രണ്ടാനമ്മ അനീഷയും കുറ്റക്കാരെന്ന് ഇടുക്കി 1-ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി ഷെരീഫിന് 9 വർഷം കഠിന തടവ് അനുഭവിക്കണം, 50,000 രൂപ പിഴയും അടക്കണം. 2-ാം പ്രതി അനീഷയ്ക്ക് 15 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. വിധി തൃപ്തികരമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ഷഫീഖിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ പ്രധാനമായിട്ടും 1-ാം പ്രതിക്ക് 326 IPC പ്രകാരം 7 വർഷം തടവും 50,000 രൂപ പിഴയും, അതുപോലെ തന്നെ 323 IPCക്ക് 1 വർഷം തടവും, JJ ആക്ട് പ്രകാരം 23 പ്രകാരം 1 വർഷം തടവും, 2-ാം പ്രതിക്ക് 307 IPC പ്രകാരം 10 വർഷം തടവും 2 ലക്ഷം രൂപയും പിഴയും, 324 IPC പ്രകാരം 3 വർഷം തടവും, 323 IPC പ്രകാരം 1 വർഷം തടവും, JJ ആക്ട് 23 പ്രകാരം 1 വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി. ഷെരീഫിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയായ ഷെഫീഖിനെ 2-ാം ഭാര്യ അനീഷ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. മർദ്ദനത്തിൽ ഷെഫീഖിന്റെ തലയ്ക്ക് മാരകമായി മുറിവേൽക്കുകയും ശരീരമാസകലം പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ അയൽവാസികളാണ് ഷെഫീഖിനെ ആശുപത്രിയിലാക്കിയത്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഷെഫീഖിന്റെ പോറ്റമ്മയായ രാഗിണി പ്രതികരിച്ചു. സന്തോഷമാണ് സാറേ. അതായത് ഞാൻ മാത്രമല്ലല്ലോ, കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മലയാളികളും, മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും എല്ലാവരും അവന് വേണ്ടി, എൻ്റെ കൊച്ചു മാത്രമല്ലല്ലോ, അപ്പം എല്ലാവരും ആഗ്രഹിച്ചതല്ലേ. മർദ്ദനത്തിൽ തലച്ചോറിനേറ്റ ക്ഷതം മൂലം സംസാരശേഷി നഷ്ടപ്പെട്ട ഷെഫീഖ് 1 വർഷം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് നേരിയ തോതിൽ സംസാരിക്കാൻ തുടങ്ങിയത്. നിലവിൽ തൊടുപുഴയിലെ അൽ അസർ മെഡിക്കൽ കോളേജിൽ സർക്കാർ സംരക്ഷണയിലാണ് ഷെഫീഖ്. ന്യൂസ് 18 ഇടുക്കി. കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ ബാങ്ക് അധികൃതരെ അറസ്റ്റ് ചെയ്യാതെ സംസ്കാരം നടത്തില്ലെന്ന നിലപാടിൽ കുടുംബം.
കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബുവാണ് രാവിലെ ബാങ്കിന് സമീപം ആത്മഹത്യ ചെയ്തത്. നിക്ഷേപത്തുക തിരിച്ചു ചോദിക്കാനെത്തിയ സാബുവിനോട് ജീവനക്കാർ മോശമായി പെരുമാറിയെന്ന് ആരോപിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം പിൻവലിക്കാനാണ് സാബു ബാങ്കിനെ സമീപിച്ചതെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. പുള്ളി ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് പൈസ തിരിച്ചവർ കൊടുത്തായിരുന്നു. ബാക്കി 25 ലാഖോളം ഡിപ്പോസിറ്റ് ഉള്ളതായിട്ട് അറിവ്. അത് പലിശ പോലും മാസം തോറും കൊടുക്കുന്നില്ലെന്നുള്ള പെങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൈസ പ്രാവശ്യം തിരിച്ചു ചോദിച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും പ്രശ്നങ്ങളിലായിരുന്നു. പൈസ ഡിപ്പോസിറ്റ് പൈസ തിരിച്ച് കൊടുക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പെങ്ങൾ അഡ്മിറ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച അവിടെ തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. യൂട്രസ് റിമൂവലോട്ട് വന്നപ്പോൾ അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ ആവശ്യമായിരുന്നു പുള്ളിക്ക്. അപ്പോൾ പുള്ളി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പുള്ളി ഇന്നലെ ബാങ്കിൽ വന്ന് പൈസ വെച്ചപ്പോൾ ഒരു ബാങ്കുകാർ പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വാക്കുതർക്കം ഉണ്ടായതായിട്ടാണ് അറിവ്. വാക്കുതർക്കം എന്തെന്നുള്ള ഉണ്ടായതായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നിരാശനായിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ മകനുമായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചു. +2 പഠിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ പപ്പ ഭയങ്കര വിഷമത്തിലാവുന്നത്. ബാങ്കുകാർ പുള്ളിയെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് മകൻ എന്നോട് പറഞ്ഞ വഴി. രാത്രിയിൽ നീ ബാങ്കിൽ വന്ന് പ്രശ്നമുണ്ട്, നിനക്കെതിരെ കേസ് കൊടുക്കും. അങ്ങനെ ഒരു മാനസിക വിഷമത്തിലാണ് പുള്ളി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മൃതദേഹം വിട്ടു നൽകാതെ കോൺഗ്രസും BJPയും ബാങ്കിന് മുന്നിൽ നടത്തി വന്ന സമരം അല്പസമയം മുമ്പ് അവസാനിപ്പിച്ചു. മറ്റു വാർത്തയിലേക്ക്. കട്ടപ്പനയിൽ ജീവനൊടുക്കി നിക്ഷേപകൻ സഹകരണ മേഖലയിലെ CPM കൊള്ളയുടെ രക്തസാക്ഷിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. കോതമംഗലം നെല്ലിക്കുഴിയിൽ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ മന്ത്രവാദത്തിന്റെ സാധ്യത പരിശോധിക്കാൻ പോലീസ്. കേസിലെ പ്രതിയും കുട്ടിയുടെ രണ്ടാനമ്മയുമായ അനീഷയെ മന്ത്രവാദ ചികിത്സ നടത്തിയയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കൊലപാതകത്തിൽ അനീഷയ്ക്ക് മാത്രമാണ് നിലവിൽ പങ്കുള്ളതെന്ന് പോലീസ് അറിയിച്ചു. ഉത്തർപ്രദേശ് സ്വദേശിയായ അജാസ് ഖാന്റെ മകൾ മുസ്കനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അജാസിന്റെ ആദ്യ ഭാര്യയിലെ മകളായ മുസ്കാൻ ജീവിതത്തിൽ തടസ്സമാകുമോ എന്ന ഭയമാണ് കൊലപാതകത്തിന് കാരണമായി അനീഷ പറയുന്നത്. അതോടൊപ്പം മുസ്കാനെ ഇടയ്ക്കിടെ കാണാനെത്തുന്ന ആദ്യ ഭാര്യയുമായി അജാസ് ഒന്നിക്കുമോ എന്ന ആശങ്കയും അനീഷയ്ക്കുണ്ടായിരുന്നു. ആദ്യം കൊലപാതകത്തിൽ അജാസിന് പങ്കുണ്ടോ എന്ന് പോലീസും സംശയിച്ചിരുന്നുവെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് വ്യക്തമായി. അജാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രവാദ ചികിത്സ നടത്തുന്ന ചിലരെപ്പറ്റിയും പോലീസ് അന്വേഷണം നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അനീഷയെ മന്ത്രവാദ ചികിത്സ നടത്തിയ നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതകവുമായി നിലവിൽ ഇയാൾക്ക് ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്ന് പോലീസ് പ്രതികരിച്ചു. അജാസ് ഖാനിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു. സോ ഇപ്പോൾ കുറച്ച് സമീപകാലം ഈ അജാസ് ഖാനിൻ്റെ ആദ്യം ഭാര്യ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലുണ്ട്. ആ ആദ്യം ഭാര്യ ഈ മരണപ്പെട്ട കുട്ടീനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കുറേ തവണ വിളിച്ചിരുന്നു. സോ അതിനെക്കുറിച്ച് ജെലസി പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് നമുക്ക് ആദ്യമാണോ കിട്ടിയിട്ടുള്ള വിവരം. ഇന്നലെ രാവിലെയാണ് മുസ്കാനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞതോടെയാണ് അന്വേഷണം മാതാപിതാക്കളിലേക്ക് തിരിഞ്ഞത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല എന്നായിരുന്നു ഇവർ പോലീസിനോട് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചോദ്യം ചെയ്യലിൽ അനീഷ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരിയിൽ തെരുവ് നായ ആക്രമണം. 8 പേർക്ക് കടിയേറ്റു. ചങ്ങമ്പുഴ നഗർ, ഉണിച്ചിറ, യത്തീംഖാന റോഡ്, അറഫ നഗർ എന്നിവിടങ്ങളിലാണ് തെരുവ് നായയുടെ ആക്രമണമുണ്ടായത്. കടിയേറ്റവരിൽ 3 ഇതര സംസ്ഥാനക്കാരുമുണ്ട്. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളായി ചികിത്സ തേടി. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം NCP സംസ്ഥാന ഘടകം പിളർപ്പിന്റെ വക്കിൽ. തനിക്കെതിരെ യോഗം വിളിച്ച PC ചാക്കോയ്ക്കെതിരെ കടുത്ത നീക്കത്തിനാണ് ശശീന്ദ്രന്റെ മുരുകുന്നത്. തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ എടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ലെന്ന് ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. മുഖ്യമന്ത്രിക്ക് മാത്രമുള്ള പ്രത്യേക ചില കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറേ പരാതികൾ, സംശയാസ്പദമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാൻ പ്രയാസമുണ്ട് എന്ന നിലപാട് മാത്രമേ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളൂ. AK ശശീന്ദ്രൻ കടുത്ത നിലപാടിലാണ്. തോമസ് കെ തോമസിനോട് മുഖ്യമന്ത്രിക്കും CPMനും താൽപ്പര്യമില്ലെന്ന് ശശീന്ദ്രൻ പരസ്യമാക്കി. ഒപ്പം തനിക്കെതിരെ PC ചാക്കോ യോഗം വിളിച്ചതിലും ശശീന്ദ്രൻ കടുത്ത നിലപാടിലാണ്. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തർക്കവും ചർച്ചയും പോരാട്ടവും നടത്തുന്നതിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ചാണ് പാർട്ടി അണികൾ, സമൂഹം ചിന്തിക്കുന്നത്. പിന്നെയും ചർച്ചകളും കൂടിയാലോചനകളും പ്രസ്താവനകളും വാർത്തകളും വരുത്തുന്നത് അനാരോഗ്യകരമായ പ്രവണതയാണ്. NCP സംസ്ഥാന നേതൃത്വം പിളർപ്പിന്റെ വക്കിലാണ്.
ചാക്കോ വിഭാഗത്തിനെതിരെ ബദൽ യോഗം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങിയാണ് ശശീന്ദ്രൻ വിഭാഗം. ഇന്ന് തൃശൂരിൽ യോഗം ചേരാനിരുന്നുവെങ്കിലും പിന്നീട് മാറ്റിവെച്ചു. CPM നേതൃത്വവും മുഖ്യമന്ത്രിയും നൽകുന്ന പിന്തുണയാണ് ശശീന്ദ്രന്റെ ധൈര്യം. അതേസമയം കാത്തിരിക്കുമെന്നാണ് തോമസ് കെ തോമസിന്റെ പ്രതികരണം. കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടുന്നത്. അത് അവർ തന്നെ സംസാരിച്ച് അതിൻ്റെ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മന്ത്രിമാറ്റം അജണ്ടയിലില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. NCPയുടെ മന്ത്രിയെ തീരുമാനിക്കേണ്ടത് അവരാണ്. NCPയുടെ പരാതി CPMന് മുൻപിലില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ അറിയിച്ചില്ല, അതിൽ അവർ തീരുമാനിക്കണ്ടേ, ഞങ്ങൾക്ക് അതിൽ അത് വേറെ തീരുമാനിക്കാനൊന്നുമില്ല. NCPയുടെ മന്ത്രി ആരായിരിക്കണം എന്നുള്ളത്, മന്ത്രി ആവേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടത് അവരാണ്. അവർ തീരുമാനിക്കുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അല്ല, അത് ഞങ്ങളുടെ മുമ്പിൽ അതില്ലല്ലോ. അവിടെ കേന്ദ്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ പോയിട്ട് ഇവരെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ, അപ്പോഴാലോചിക്കാം. ഞങ്ങളുടെ മുമ്പിലില്ല. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് SNDP മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ ചെന്നിത്തലയാണെന്ന് വ്യക്തമാക്കിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ KC വേണുഗോപാലിനെയും VD സതീശനെയും വിമർശിച്ചു. KC വേണുഗോപാൽ അവസരം ലഭിച്ചിട്ടും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്നും എടാപോട വിളിച്ച് വെറുപ്പ് സമ്പാദിക്കുന്ന നേതാവാണ് സതീശനെന്നുമാണ് വിമർശനം. അതേസമയം NSSുമായി സഹകരിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ലെന്നും കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാഷ്ട്രീയമായി എന്ത് ഗുണമുണ്ടാകും? കോൺഗ്രസിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് രമേശിന് ഗുണമുണ്ടായി അടുത്ത താക്കോൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനൂടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷേ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ഇപ്പോൾ 4-5 പേര് മുഖ്യമന്ത്രിയാകാനായിട്ട് ഷർട്ടും തയ്ച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സത്യമായിട്ട് തോന്നുമ്പോഴും യാഥാർത്ഥ്യമാകാത്ത ഒന്നിനെ പറ്റി നമ്മൾ വലിയ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ NSSുമായിട്ട് അടുത്തു എന്നുള്ളതൊരു കുറ്റകരമാണെന്ന് പറയാനായിട്ട്. രമേശിന് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറേ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. തമ്മിൽ ഭേദം തൊമ്മനാണ്. ആ തൊമ്മനെന്ന നിലയിൽ രമേശ് ചെന്നിത്തല മിടുക്കനാണ്. CMRL എക്സാലോജിക് ഇടപാടിലെ SFIO അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കമ്പനി കാര്യങ്ങൾ കമ്പനി ചർച്ച ചെയ്യട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. സർക്കാരിന്റെ കാര്യങ്ങൾ സർക്കാരും ചർച്ച ചെയ്യട്ടെ. ആരോപണങ്ങൾ പാർട്ടിക്കും പിണറായിക്കും എതിരെ വന്നപ്പോഴാണ് പ്രതിരോധിച്ചത്. ഇനിയും പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മെക്സവനെതിരായ പരാമർശത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി. വർഗീയവാദ പ്രവർത്തനത്തിന്റെ ഉപകരണമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രവി DC AKG സെന്ററിലെത്തി DCയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് CPIM സംസ്ഥാന സെക്രട്ടറി ക്ഷണിക്കാനാണ് അദ്ദേഹം എത്തിയത്. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെ നേരത്തെ മുഖ്യമന്ത്രിയും CPIMും രൂക്ഷമായി വിമർശിച്ചിരുന്നു. വനനിയമ ഭേദഗതി ബിൽ കരട് മാത്രമെന്നും ആശങ്ക വേണ്ടെന്നും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളുടെ ന്യായമായ ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുമെന്ന് അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു വിചാരണ കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരായത്. കേസിന്റെ വിചാരണ പുനരാരംഭിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് കോടതി കേസ് പരിഗണിച്ചത്. MP-മാരും MLA-മാരും പ്രതികളായ കേസുകൾ വിചാരണ നടത്താൻ പ്രത്യേക കോടതികൾ ഉണ്ടെന്ന കാര്യം ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തെപ്പറ്റി സുപ്രീം കോടതി വിധികളുണ്ടെന്നും അഭിഭാഷകൻ സൂചിപ്പിച്ചു. ഇത് വ്യക്തമാക്കി ഹർജി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും കോടതി പരാമർശിച്ചു. ADGP അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ച് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ആരോപണങ്ങളുടെ പേരിൽ മാത്രം ഒരാളെ ശിക്ഷിക്കാനാവില്ല. CPIയുടെ ആവശ്യം മുന്നണി നേരത്തെ അംഗീകരിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇരുസഭകളും പിരിഞ്ഞു. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ മാറ്റമുണ്ടായില്ല. അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജി വെക്കണമെന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. किसी भी चर्चा से डरती है. अब ये जानते हैं कि इन्होंने जो किया, इनकी असली भावना निकल आई है. जो अम्बेडकर जी के प्रति इनकी असली भावना है वो निकल आई है, क्योंकि ये इस मुद्दे से जुड़ा पूरे देश का हित है. हमारा संविधान अम्बेडकर जी की देन है और इस देश की जनता की देन है और हमारी आजादी की लड़ाई की देन है, और उनका इस तरह से अपमान हिंदुस्तान नहीं सहेगा.
രണ്ട് എംപിമാരെ മർദ്ദിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണമെന്ന ആയിരുന്നു ഭരണപക്ഷത്തിന്റെ ആവശ്യം. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൗത്താല അന്തരിച്ചു. 89-കാരനായ INLD നേതാവിന്റെ മരണം ഗുരുഗ്രാമിലെ വീട്ടിലായിരുന്നു. 4 തവണ ഹരിയാന മുഖ്യമന്ത്രിയായി VP സിംഗിന്റെ കാലത്ത് ഉപപ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ദേവിലാലിന്റെ മകനാണ്. ഹരിയാന പ്രതിപക്ഷ നേതാവായിരുന്ന അഭയ് സിംഗ് ചൗത്താലയും മുൻ MP അജിത് സിംഗ് ചൗത്താലയും മക്കളാണ്. ഹരിയാന ഉപമുഖ്യമന്ത്രിയായിരുന്ന ദുഷ്യന്ത് ചൗത്താല കൊച്ചുമകനാണ്. ലൈവ് at 6-ൽ ഇടവേള. തിരുനെൽവേലിയിൽ തള്ളിയ മെഡിക്കൽ മാലിന്യങ്ങൾ കേരളം തന്നെ നീക്കം ചെയ്യും. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം തിരുനെൽവേലിയിലെത്തി. 3 ദിവസത്തിനുള്ളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഇടപെടൽ. സംഭവത്തിൽ മാലിന്യം ശേഖരിക്കാൻ കരാർ എടുത്തിരുന്ന ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കും. മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള ചെലവ് ഏജൻസിയിൽ നിന്നും ഈടാക്കും. കേരളത്തിലെ മെഡിക്കൽ മാലിന്യങ്ങളും രോഗികളുടെ ചികിത്സാ വിവരങ്ങളും നടുകല്ലൂരിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിക്ഷേപിച്ച സംഭവത്തിൽ ഇന്നലെയാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇടപെട്ടത്. 3 ദിവസത്തിനകം മാലിന്യം മാറ്റാനും അല്ലെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും ആയിരുന്നു സംസ്ഥാനത്തിന് നിർദ്ദേശം. തുടർന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്, നഗരസഭ, പാലക്കാട് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നിവയുടെ പ്രതിനിധികൾ തിരുനെൽവേലിയിലേക്ക് പോയത്. മാലിന്യം നീക്കം ചെയ്യാമെന്ന് സംസ്ഥാനം തമിഴ്നാടിനെ അറിയിച്ചിട്ടുണ്ട്. ദേശീയ ഹരിത ട്രിബ്യൂണലിനെയും ഇക്കാര്യം ബോധിപ്പിക്കും. മാലിന്യം തള്ളിയ സംഭവത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിലായിട്ടുണ്ട്. സുത്തമല്ലി പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഏജൻസിക്ക് മാലിന്യം കൈമാറിയ സംസ്ഥാനത്തെ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഹെൽമറ്റിനകത്ത് നിന്നും കണ്ടെത്തിയ ഇലക്ട്രോണിക്സ് ഉപകരണം ബോംബല്ലെന്ന് പോലീസ്. ഹെൽമറ്റിലുണ്ടായിരുന്നത് ആൽക്കഹോൾ ഡിറ്റക്ഷൻ മെഷീനാണ്. കൊച്ചിയിലെ ഒരു സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥി എക്സിബിഷനു വേണ്ടി തയ്യാറാക്കിയതായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം രാത്രി ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിന് മുകളിൽ നിന്നാണ് ഹെൽമറ്റും അതിനുള്ളിലായി പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇലക്ട്രോണിക് ഉപകരണവും കണ്ടെത്തിയത്. ബൈക്കിന്റെ ഉടമ ഹെൽമറ്റും അതിലുണ്ടായിരുന്ന വസ്തുവും തൻ്റേതല്ലെന്ന് പറഞ്ഞ് ഹോട്ടലിൽ ഏൽപ്പിച്ചു. ഇലക്ട്രോണിക് വസ്തുവിൽ നിന്ന് ബീപ്പ് ശബ്ദം കേട്ടത് പരിഭ്രാന്തിക്കിടയാക്കി. രാത്രി ഒരു 11 മണിക്ക് ശേഷം അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഒരു ബൈക്കിൻ്റെ പുറത്തൊരു കവർ ഉണ്ട്. അപ്പോൾ ആ ബൈക്കിൻ്റെ ഉടമസ്ഥ വന്നപ്പോൾ അതൊരു കവർ ഇരിക്കുന്നതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് ഇത് ആരതാണെന്ന്. അപ്പോഴാണ് അതിനകത്ത് നിന്ന് ശബ്ദം കേട്ട് അപ്പോൾ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. രാത്രി അവർ വന്ന് അത് കഴിഞ്ഞ് ബോംബ് സ്ക്വാഡ് വന്നു. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി ഇലക്ട്രോണിക് ഡിവൈസ് നിർവീര്യമാക്കിയ ശേഷം പരിശോധനയ്ക്കായി മാറ്റി. ബോംബാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നതിനായി ആരെങ്കിലും ചെയ്തതായിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഒരു ഇലക്ട്രോണിക് സംവിധാനം ബോംബ് എന്ന് തോന്നാവുന്ന രീതിയിൽ, സംശയിക്കാവുന്ന രീതിയിലുള്ള സംവിധാനം പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് ബോംബ് സ്ക്വാഡിനെയൊക്കെ വന്ന് അത് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു ഇലക്ട്രോണിക് സെറ്റിങ്സ് മാത്രമാണ്, ഇത് ഒരു പ്രഷർ സ്വിച്ച് കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു സംവിധാനമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കാനായിട്ട് ആരോ ചെയ്തതായിട്ടാണ് പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുന്നത്. ഹോട്ടലിന് പുറത്ത് CCTV ഇല്ലാത്തതിനാൽ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ ഇരിട്ടിയിൽ വീട്ടിൽ നിന്ന് 3 ബോംബുകൾ കണ്ടെത്തി. ഉള്ളിയൽ സ്വദേശി ഗിരീഷിന്റെ വീട്ടിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ സ്ഫോടന ശബ്ദം കേട്ട് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ടെറസിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത്. ഉളിക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഷെഡ്യൂളായി. 25 വേദികളിലായാണ് കലോത്സവം. രാവിലെ 9:30 മത്സരം ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ക്രിസ്തുമസ് ന്യൂ ഇയർ തിരക്കിനിടെ കൊച്ചുവേളി മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കി. 26, 28 തീയതികളിൽ കൊച്ചുവേളിയിലേക്കുള്ള സർവീസും 27, 29 തീയതികളിൽ മംഗളൂരുവിലേക്കുള്ള സർവീസുമാണ് റദ്ദാക്കിയത്. 100-ന് മുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന സർവീസാണ് റദ്ദാക്കിയത്. ബംഗളൂരുവിൽ നിന്നും തിരിച്ചുമുള്ള യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായ സർവീസാണ്. അവധിക്കാല തിരക്ക് മൂലം ടിക്കറ്റ് കിട്ടാനില്ലാത്ത സമയത്ത് ട്രെയിൻ റദ്ദാക്കാനുള്ള തീരുമാനം യാത്രക്കാരെ വലയ്ക്കുകയാണ്. കണ്ണൂരിൽ ട്രെയിനിൽ കയറുന്നതിനിടെ കാൽ തെന്നി വീണ് യാത്രക്കാരൻ മരിച്ചു. വൈകിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപകടമുണ്ടായത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്റർസിറ്റി എക്സ്പ്രസിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രാക്കിനിടയിൽ വീഴുകയായിരുന്നു. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. തുടർച്ചയായ 15ാം ദിവസമാണ് മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്.
വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പകൽ സമയത്തും ആന ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കുന്നുണ്ട്. ഏറെ നേരം എടുത്താണ് നാട്ടുകാർ ആനയെ തുരത്തിയത്. വിവരമറിയിച്ചിട്ടും വനവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പരാതിയുണ്ട്. പത്തനംതിട്ടയിൽ മോഷണക്കേസിൽ ആളുമാറി ക്ഷേത്രം പൂജാരിയെ കസ്റ്റഡിയിലെടുത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ രംഗത്ത്. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനെയാണ് കൊല്ലം ഇരവിപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിലെ വിളക്ക് മോഷണവുമായി ബന്ധപ്പെട്ടാണ് ആളുമാറിയുള്ള കസ്റ്റഡി. അബദ്ധം പറ്റിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. ചൊവ്വാഴ്ച ദീപാരാധനയ്ക്ക് ശേഷമാണ് അപ്രതീക്ഷിതമായി പോലീസ് എത്തി കീഴ്ശാന്തിയെ കസ്റ്റഡിയിലെടുത്തത്. മോഷണക്കേസിലാണ് കസ്റ്റഡിയെന്ന് കേട്ട് ക്ഷേത്ര ഭാരവാഹികളും ഭക്തരും ഞെട്ടി. ചൊവ്വാഴ്ച കസ്റ്റഡിയിലെടുത്ത വിഷ്ണുവിനെ ബുധനാഴ്ച ഉച്ചയോടെയാണ് വിട്ടയച്ചത്. അബദ്ധം പറ്റിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. 1 മാസം മുൻപ് കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിലെ വിളക്കുകൾ മോഷണം പോയ സംഭവത്തിൽ ശാന്തിക്കാരനെതിരെ ക്ഷേത്രം ഭാരവാഹികൾ പരാതി നൽകിയിരുന്നു. ഈ പരാതിക്കൊപ്പം മോഷണം നടത്തിയ ആളുമായി സാദൃശ്യമുള്ള വിഷ്ണുവിന്റെ ഫോട്ടോയും ക്ഷേത്രം ഭാരവാഹികൾ പോലീസിന് കൈമാറി. ദേവസ്വം ബോർഡിലെ താൽക്കാലിക കീഴ്ശാന്തിക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ് വിഷ്ണുവിന്റെ ഫോട്ടോ ഇവർക്ക് ലഭിച്ചത്. ഈ ഫോട്ടോ മാത്രം തെളിവാക്കിയാണ് കൂടുതൽ പരിശോധന നടത്താതെ പോലീസ് വിഷ്ണുവിനെ പിടികൂടിയത്. അപ്പോൾ ഞാൻ 2 പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, അത്യാവശ്യ കാര്യമുണ്ട്, ഒന്ന് വെരിഫിക്കേഷന് വേണ്ടി ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ശീവേലി സമയമാണ്, ശീവേലി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അർജൻറ്റാ, പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു മണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഇരവിപുരം പോലീസുകാർ വന്നു. എൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഒരു സംശയത്തിൻ്റെ പേരില്ല, ഒരു മോഷണ ശ്രമത്തിന് നിങ്ങളൊന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടുത്തെ കമ്മിറ്റിക്കാർ കൊടുത്ത ഫോട്ടോസ് മൊത്തം എൻ്റെത് തന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം കമ്മിറ്റിക്കാരാ പറഞ്ഞത് ഈ ആളല്ല, അവർക്ക് ആൾ മാറിപ്പോയിരുന്നു. വിഷ്ണുവിനെ തിരിച്ചയക്കാൻ ഇരവിപുരം പോലീസ് സ്റ്റേഷനിലെത്തിയ പൂതക്കാട് ക്ഷേത്ര ഭാരവാഹികൾ ആള് മാറിപ്പോയെന്ന് പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ പെട്ടു. അങ്ങനെയാണ് വളരെ വേഗം ഇയാളെ വിട്ടയച്ചത്. ആദ്യം കസ്റ്റഡിയിലെടുത്ത കോന്നി പോലീസും പിന്നീട് കൊണ്ടുപോയ ഇരവിപുരം പോലീസും വളരെ മോശമായി തന്നോട് പെരുമാറിയെന്ന് വിഷ്ണു പറഞ്ഞു. 2 ദിവസം കോന്നി ക്ഷേത്രത്തിലെത്തി നിരീക്ഷണം നടത്തിയ ശേഷമാണ് പോലീസ് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തത്. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നതിനു പുറമെ DGPക്കും പരാതി നൽകും. ക്ഷേത്രത്തിനുണ്ടായ നാണക്കേട് കണക്കിലെടുത്തും വ്യക്തിപരമായി അപമാനിക്കപ്പെട്ടതിലുമാണ് പരാതി നൽകുന്നത്. പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്ത് ഒരു ക്ഷേത്രത്തിലും ഇതുവരെ പൂജ ചെയ്തിട്ടില്ലെന്നും വിഷ്ണു പറയുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞ് ഒരാൾ മരിച്ചു. അട്ടത്തോടിനും ചാലക്കയത്തിനും ഇടയിലാണ് അപകടമുണ്ടായത്. ചങ്ങനാശ്ശേരി സ്വദേശി ബാബുവാണ് മരിച്ചത്. 10ാമത് പ്രസിഡന്റ്സ് ട്രോഫി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജലോത്സവം നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ അഷ്ടമുടി കായലിലാണ് വള്ളംകളി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി കളക്ടർ ദേവിദാസ് അറിയിച്ചു. 3 ട്രാക്കിലായി 9 ചുണ്ടൻ വള്ളങ്ങളും 10 ചെറുവള്ളങ്ങളുമാണ് പങ്കെടുക്കുന്നത്. തേവള്ളി കൊട്ടാരത്തിന് സമീപത്തു നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബോട്ട് ചെട്ടി വരെയാണ് മത്സരം നടക്കുക. കലാഭവൻ മണി ദൃശ്യമാധ്യമ പുരസ്കാരം ന്യൂസ് 18. ഭവ്യ പാർവതിയാണ് മികച്ച വാർത്താ അവതാരക. ന്യൂസ് 18 സംപ്രേഷണം ചെയ്യുന്ന ക്രൈം പ്രോഗ്രാമായ പോലീസ് പെട്രോളിന്റെ അവതാരകൻ ടോം കുര്യാക്കോസും അവാർഡിന് അർഹനായി. മികച്ച അഭിമുഖ പരിപാടിയായി അപർണ കുറുപ്പ് അവതരിപ്പിക്കുന്ന Q18 തെരഞ്ഞെടുക്കപ്പെട്ടു. ജനുവരി 1-ന് കലാഭവൻ മണിയുടെ 54ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തീർത്ഥാടക തിരക്കിലേക്ക് ശബരിമല. വൈകിട്ട് 5 മണി വരെ 74,098 ഭക്തർ മല കയറി. മരക്കൂട്ടത്ത് ഉൾപ്പെടെ പലയിടത്തും നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. ഇന്നലെ 96,007 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇതും സീസണിലെ റെക്കോർഡാണ്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇനി സകലമാന കേരളവുമായി രേണുക ചേരും.